കൊല്ലത്ത് ഏറ്റവും വാശിയോടുകൂടിയുള്ള ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് ചാത്തന്നൂർ. അവിടുത്തെ 3 സ്ഥാനാർത്ഥികൾ, യു.ഡി.എഫ് സ്ഥാനാർത്ഥി സൂരജ് രവി, എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രൻ, ബി ഗോകുമാർ എൻ.ഡി.എ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്ത്, അതിന് മുമ്പേ തവണയും 3-ാം സ്ഥാനത്താണ്. എങ്ങനെ 1-ാം സ്ഥാനത്തേക്ക് വരും? അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വോട്ടുകളാക്കി മാറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും 1-ാം സ്ഥാനത്തേക്ക് വരും. ഇവിടുത്തെ പരിപാടിയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, 10 വർഷക്കാലത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ വിധിയെഴുത്ത്. സ്വാഭാവികമായിട്ടും അത് UDF-ൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമായി ചാത്തന്നൂർ കൂടി മാറുമെന്നുള്ളതാണ് അടിസ്ഥാനപരമായി അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. കണക്കിലെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അല്ല, LDF-നെ സംബന്ധിച്ച് അതിനകത്തൊരു സംശയമില്ല, ആധികാരികമായ വിജയം ഉണ്ടാവും. അത് അവിടെ വികസനത്തിൻ്റെ തുടർച്ച എന്നുള്ളതിലേക്കും, പിന്നെ മോഡി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് കൂടി ആയിരിക്കും ചാത്തന്നൂരുണ്ടാകാൻ പോകുന്നത്. മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളാണ്. 2 തവണയും 2-ാം സ്ഥാനത്ത് വന്നാണ് NDA. ഇവിടുത്തെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ്. എങ്ങനെ 1-ാം സ്ഥാനത്തേക്ക് വരും? ചാത്തന്നൂരിലെ ജനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനെ പോലെയാണ് ചാത്തന്നൂരിനെ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഖ്യ പ്രതിപക്ഷം NDA BJP ആയിരുന്നു. അവിടെ ഇനി പരീക്ഷിക്കപ്പെടേണ്ടത് മുഖ്യ പ്രതിപക്ഷമായ BJP ആണ്, NDA ആണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ്. അതേപോലെ ചാത്തന്നൂരിൽ 16-ലും 21-ലും മുഖ്യ പ്രതിപക്ഷം 2 തവണയും സ്ഥാനാർത്ഥിയായിരുന്നു. 3-ാമത് തവണ മത്സരിക്കുമ്പോൾ നാട്ടുകാരനെന്ന പരിഗണന കൂടി തിരുവനന്തപുരം കോർപ്പറേഷനെ പോലെ മുഖ്യ പ്രതിപക്ഷം ഇക്കുറി MLA ആകും. കുണ്ട്രയിലും ചാത്തന്നൂരിലും ഒക്കെ ശക്തമായ ഒരു കോൺഗ്രസ് BJP ഡീലുണ്ടെന്ന് പറയുന്നു. മറുഭാഗം പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെ ഡീലുണ്ടെന്ന്. എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ഡീൽ നടത്തുന്നു എന്നാണ് പറയുന്നത്. അല്ല, ആര് പറയുന്നത്? ഒരു കാര്യം അവർ രണ്ടുപേരും പറയുന്നത്, ഞങ്ങൾ പറയുന്നില്ല. ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചില ഇംഗ്ലീഷ് വാക്കുകൾ കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലമായി നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണതയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഡീൽ. പല തെരഞ്ഞെടുപ്പുകളിലും പേയ്മെൻറ്റ് സീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ മുന്നണികളും ഉപയോഗിക്കാറുണ്ട് അത് പരസ്പരമായിട്ട്. ഒരു ഡീലുമില്ല. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുവാനും ചാത്തന്നൂരിൽ 1-ാമത് എത്താനും തന്നെയാണ് മത്സരിക്കുന്നത്. ഒരു ഡീലുമില്ല. ഞങ്ങൾക്ക് ഡീല് ജനങ്ങളുമായിട്ടാണ്. LDF-നെ സംബന്ധിച്ച് ഡീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ അവിശുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അത് വർജിക്കപ്പെടേണ്ട ഒരു കാര്യമെന്നാണ് LDF-ന്. ചാത്തന്നൂരുണ്ടോ? ചാത്തന്നൂരുണ്ടെന്ന് നമ്മളിപ്പോൾ പറയുന്നില്ല. ഉണ്ടോ ഇല്ലയോ നമ്മൾ പറയുന്നില്ല. അങ്ങനെ തന്നെയാണോ? ഞങ്ങൾ ആരുമായിട്ട് ഒരു ഡീലും ഇല്ല. 16-ലെയും 21-ലെയും തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം ഒന്ന് പരിശോധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും എങ്ങനെ നിൽക്കുന്നു, ത്രിതല പഞ്ചായത്തിൽ എങ്ങനെ നിൽക്കുന്നു, ഡീൽ ആ കണക്കുകൾ തന്നെയുണ്ട്. റിസൾട്ട് വരട്ടെ, അന്നേരം അറിയാമല്ലോ. പറഞ്ഞു പഴകിയ ഒരു വാക്കാണ് ഡീൽ എന്നുള്ളത്. അങ്ങനെയുള്ള ഡീലിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും നടക്കുന്നില്ല. ഇത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളുമായിട്ടുള്ള ഡീലാണെന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയുന്നതാണ്.